ആലപ്പുഴ ജിംഖാന, ഡയറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാൻ. Hey everyone, welcome back to our YouTube channel. പുള്ളിയുടെ പടങ്ങൾ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നില്ലേ, തല്ലുമല കണ്ടിട്ട് എല്ലാവരും നമുക്ക് ഇടിക്കാനായിരുന്നു തോന്നിയത്. എല്ലാ കാണുന്നവരൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നല്ല ഇടിക്കാൻ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ലേ, ആ സംഭവം നമുക്ക് ഇതിലും കിട്ടും. എനിക്കും ഇപ്പൊ ബോക്സിംഗ് പഠിക്കാൻ തോന്നി. കൃപയ്ക്കും പഠിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കൃപ പഠിക്കണ്ട, അത് ചിലപ്പോ എനിക്ക് എന്റെ പ്രശ്നമായി വരും. സോ നല്ല പടമാണ്. നമുക്ക് പടം തീരല്ല എന്ന് തോന്നി. പെട്ടെന്ന് ഇന്റർവെല്ലൊന്നും ആയത് നമ്മൾ അറിഞ്ഞില്ല. പെട്ടെന്ന് പടം കഴിഞ്ഞു. നല്ല ആർക്കും അങ്ങനെ ഒരു ഓവറായിട്ട് ഹൈപ്പ് കൊടുത്തിട്ടില്ല. ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് സീൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇവര് ഇടിച്ച് അവർക്കാണ് അടിപൊളി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ ആ ക്ലീഷയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ ആ ഒരു ബോക്സിംഗ് റിങ്ങില് ഇടിച്ച് ജയിക്കുക. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എല്ലാ പോയിന്റും ഭയങ്കര ഫ്രഷ് ആണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള, നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. ചെറിയ തമാശ വേണല്ലോ എന്ന് വിചാരിച്ച് തമാശ ക്രിയേറ്റ് ചെയ്യല്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരികയാണ് ഓരോ ഡയലോഗ് ഡെലിവറി എല്ലാം നല്ല നീറ്റായിട്ട്. ഇപ്പോ ബേബി ജീനൊക്കെ പുള്ളിയൊക്കെ ഭയങ്കര ചെറിയ രസങ്ങൾ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമായിരുന്നു എല്ലാവരും. ആരെ കുറിച്ചും ഒരു കുറവും പറയാനായിട്ട് തോന്നുന്നില്ല. അതെ, ഇന്നലെ നമ്മള് ബസ്സൊക്കെ കണ്ടതിന്റെ ഒരു ക്ഷീണത്തിൽ നിന്ന് ഇപ്പോഴാണ് മാറിയത്. ബസ്സൊക്കെ റിവ്യൂ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യടേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. നല്ല പടം, നല്ല എന്റർടൈനിങ് ആയിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണ്. എല്ലാം കൊണ്ടും സൂപ്പർബ് ആയിട്ടുള്ള ഫിലിമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്. ആ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ബോക്സിംഗ് ആണ് ഇതിന്റെ ഒരു മെയിൻ ബേസ് എന്നുള്ളത്. ബോക്സിംഗ് ആണ്. അപ്പോ ബോക്സിംഗ് നമ്മൾ പണ്ട് പല പടങ്ങളിലും കണ്ടിട്ട്, പക്ഷെ ഇതൊന്നുമല്ല. ഇത് പക്ക റിയൽ ബോക്സിംഗിന്റെ ഒരു ഫീല് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. പഞ്ചുകളൊക്കെ ശരിക്കും പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും, ഇത്ര ഇടിക്കുന്നുണ്ടോ എന്നുള്ള തോന്നല് വരും. ആ ഒരു സാധനം കിട്ടും. അത് ഖാലിദ് റഹ്മാന്റെ ഇപ്പൊ തല്ലുമാലയിലും നമുക്ക് ആ ഒരു സാധനം കിട്ടിയിരുന്നു. ഓരോ പഞ്ചിന്റെ അതൊക്കെ അതേപോലെ തന്നെയാണ് ഇതും. ഭയങ്കര നല്ല പടം. വലിയ കഥയും സംഭവങ്ങളൊന്നുമല്ല, ചെറിയൊരു കഥയാണ്. ചെറിയൊരു ത്രെഡ് ആ സാധനം വെച്ച് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച എല്ലാവരും ഒന്നിലൊന്നും വെച്ചാണ്. ഇപ്പൊ നസ്ലനാണ് അതിന്റെ ലീഡ് റോൾ എന്ന് പറഞ്ഞിട്ട് നസ്ലനെ അങ്ങനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. നല്ല ഇഷ്ടമായി. കാണാത്തവർ ഇനിയുണ്ടെന്നുണ്ടെങ്കിൽ നാളെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആണ് വരുന്നത്. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ, പോയി കണ്ടോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അതെ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഫീഡിൽ കാണാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.